ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയൊരു വീഡിയോ അല്ല, കാരണം കുറേ ആയി ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. പക്ഷേ വീഡിയോ എടുത്തിട്ട് എന്താ കാര്യം, ഇങ്ങനെ ഇടും. പബ്ലിക് ആക്കും, പിന്നെ പ്രൈവറ്റ് ആക്കും, പബ്ലിക് ആക്കും പ്രൈവറ്റ് ആക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എന്താണെന്ന് അറിയില്ല, ഒരു വീഡിയോ ഇടുന്ന വീഡിയോ ഒരു ഇതില്ല. എന്താണ് അതിന് പറയുക ജാസി? ആവേശല്ല. ആവേശമുള്ളതുകൊണ്ടല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നത്. ആവേശമല്ല, പിന്നെന്ത്, ഒരു തൃപ്തിയാവുന്നില്ല ഈ വീഡിയോ സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. തന്നെ ആ ഫാക്കേഷൻ വരുന്നില്ല എനിക്ക്. അപ്പൊ ഇതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ. നീ അപ്ലോഡ് ചെയ്തെങ്കിൽ അപ്ലോഡ് ചെയ്യോടാ. ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണ് ജാസ് പറഞ്ഞത്, നീ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഗൈസ്, ഇത് വ്ളോഗല്ല, ഇത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഇന്നലെ ലൈവിലും എല്ലാം പറഞ്ഞ പോലെ ദിസ് മൈ ഡ്രീം. നമ്മൾ പോയെന്ന് ഞാനും ജാസി, നമ്മളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ അസ്പാക്ക് ഉണ്ടാവും. അസ്പാക്കിന്റെ കാര്യം അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവും. എന്താണോ അവന്റെ ഗതി? ഓന്റെ ഗതി വന്നിട്ട് അവനോട് ചോദിക്കാൻ പറ്റുമോ? നാട്ടിൽ നിന്ന് വന്നിട്ടില്ല, പെരുന്നാക്ക് പോയിട്ട് പോയ പോക്ക. അപ്പൊ അസ്പാക്ക് വന്നാലേ അസ്പാക്കിന്റെ തീരുമാനം അറിയും. അസ്പാക്കും ആരും ഇല്ലെങ്കിലും, ഞാൻ ഒറ്റക്കാണെങ്കിലും ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങും. കാരണം ഇതെന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ, ഡ്രീം, ബക്കറ്റ് ലിസ്റ്റിലുള്ള ഡ്രീമാണ്. അങ്ങനെ ബക്കറ്റ് ലിസ്റ്റ് ഒന്നും ഇല്ല. ബക്കറ്റ് ലിസ്റ്റ് എല്ലാം ഉണ്ട്, കുറേ പോകണോട്, ആഗ്രഹങ്ങൾ മൊത്തം പോകണം. അങ്ങനെ ഇതുവരെ ആരും ബക്കറ്റ് ലിസ്റ്റിൽ ആഗ്രഹങ്ങൾ തീർത്തില്ല, ഇല്ലേ? ശരിയാ, ഇത്ര വലിയ കോടീശ്വരന്മാരാണെങ്കിലും അല്ലേ, ആഗ്രഹങ്ങൾ തീരൂല, പക്ഷെ സാധിച്ചെടുക്കാലോ 1 by 1. അപ്പൊ എന്താണ് ഫസ്റ്റ് അറ്റംപ്റ്റ്? എങ്ങനെ ആദ്യത്തെ പരിപാടി എന്താണ്? എന്താണ് നിന്റെ ആഗ്രഹം? ഞാൻ ഓക്കെ അല്ല, അതാണ്. എന്തിന്? ശരിക്കും എനിക്ക് ലൈവ് ചെയ്യാനൊന്നും അത്ര വലിയ മൂഡും അതിൽ അത്ര വലിയ ആവേശവും. പണ്ടെല്ലാം എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. അതായത് പിന്നെ എനിക്ക് ലൈവ് ചെയ്യാനും എല്ലാ ദിവസവും ലൈവ് ചെയ്യാനും, അതേപോലെ IRL ഒക്കെ IRL വേറെ ലൈവ് ഇടാനും. പക്ഷേ ഇപ്പം എന്തായാലും അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ഇതും IRലും അങ്ങനെയാണ്. IRL ഇടാനും അതേപോലെ എവിടെയെങ്കിലും പുറത്ത് പോയിട്ടെല്ലാം ഇടാനും ഭയങ്കര ആവേശം. ഇതല്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു എന്താന്ന് പറയുക, എന്താ ഇന്റർവ്യൂ വന്നു, കോൺട്രവേഴ്സി വന്നു. കോൺട്രവേഴ്സിന് മുമ്പ് ഞാൻ ഭയങ്കര ഓക്കെ കേട്ടോ, ഹാപ്പി മൂഡും അടിപൊളി. കാരണം അല്ലേ, ലൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും സത്യം പറഞ്ഞ കണ്ടന്റ് വേണ്ടിട്ട് നീ പെട്ടുപോയി. ആ സംഭവം ചെയ്തിട്ട് എല്ലാം കൂടി പെട്ടും പോയി മൊത്തത്തില്. അതുവരെ ഓക്കെ ആയിരുന്നു. പക്ഷെ ആ കുളിസിന് ശേഷം ഞാൻ മൊത്തം പോയി ഡൗൺ ആയല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് പറയാൻ പറ്റാത്ത കാര്യമാണ്, പബ്ലിക്കലി പറയാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ പോയി അവിടെ പറഞ്ഞിട്ടുള്ളത്. കൈമന്ന് പോയി സാധനം. ആ ടൈം അപ്പൊ ഉണ്ടായ ഒരു സാഹചര്യം എന്താ പറയാ, ഉണ്ടായ ഒരു ആ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോ അത്രയും പേടിച്ച് പുതുങ്ങിയിട്ട് ഉണ്ടാവുക. കാരണം ഞാനും ക്യാമറയും പിന്നെ എന്റെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആങ്കർ മാത്രമേ ഉണ്ട്. ഇന്റർവ്യൂ എങ്ങനെ പറയാ, ആങ്കറേ ഉള്ളൂ. അപ്പൊ ഞാൻ മൊത്തത്തിൽ അങ്ങ് പേടിച്ച്. ഇത് ഇതാക്കാൻ വേണ്ടിട്ട് പറയുന്നല്ലേ, ഇതിനകത്ത് പെടുത്തിയതേ ഈ സാധനം ഇല്ലോണ്ടാണ് ഞാൻ ഇത്രയും ഡൗണും അതേപോലെ ഒന്നും. ജാസിനോട് ചോദിച്ചാൽ മതി, ഇവിടെ ഒരു കണ്ടന്റിന്റെ അടുക്കില്ല. അസ്പാക്ക് എടുത്തിട്ട് ഞാൻ ഒരു കണ്ടന്റ് എടുത്തിട്ട് എത്രയോ മാസങ്ങളായി. അപ്പോ ജാസിനോട് ഉള്ളവരോട് ചോദിച്ചാൽ അറിയാം, ഞാൻ ഇവിടെ വരും, തിന്നും, പിന്നെ കടന്നുറങ്ങും, പിന്നെ രാവിലെ എണീക്കും, തിന്നും, ഇതന്നെ ഉള്ളു, വേറെ ഒന്നുമില്ല. ചെയ്യണമെന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇരുന്ന് അത് വെച്ചാല് ഇവിടെ തന്നെ ഒരു നല്ല ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കുറെ ചിന്തിച്ച്, ഇങ്ങനത്തെ കാര്യമില്ല. കാരണം കോൺട്രവേഴ്സികൾ കുറേ വരും. ഇതെല്ലാം ഞാൻ പറയുന്നത് ഇതിനെക്കാട്ടും മുകളിലുള്ള കോൺട്രവേഴ്സികളുണ്ട്, അല്ലേ യാസി? ഇങ്ങനത്തെ കുറേ കോൺട്രവേഴ്സികൾ ഉണ്ടാവും. അപ്പോ ഞാൻ അന്നെടുത്ത് തീരുമാനം. പക്ഷെ എന്താന്നറിയില്ല, ഞാൻ എന്തെല്ലോ പറഞ്ഞു പോകുന്നുണ്ടല്ലേ, അതും ബുദ്ധിമുട്ട് ഞാൻ നട്ടാ. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ്, ഞാൻ പക്ക ഇൻട്രോവേർട്ടാണ്. ജാസിനോട് ചോദിച്ചാൽ മതി, ജാസി അല്ല അങ്ങനല്ല, ഞാൻ ലൈവിൽ കാണുന്ന പോലെയാണോ അതേപോലെ പബ്ലിക്കിന്റെ ഇടയിൽ ഞാൻ ഇറങ്ങിയാൽ ആൾക്കാർക്ക് അറിയാം ഞാൻ ഒരു ഇൻട്രോവേർട്ടാന്ന് ആൾക്കാർക്ക് അറിയാം. കാരണം ലൈവില് ഞാൻ ഷഡ്ഡിയിട്ട് ഉള്ളിനെങ്കിലും അതേപോലെ പക്ഷെ നമ്മള് റിയൽ ലൈഫില്, അതായത് നമ്മള് നല്ലൊരു മനുഷ്യനായിട്ടേ നമ്മൾ നടക്കില്ലല്ലോ. കാരണം അതേ കഴിയും, അല്ലെങ്കിൽ പിന്നെ അടിയും ഇതെല്ലാം നമുക്ക് കിട്ടേണ്ടി വരും.
അപ്പൊ ആൾക്കാര് എപ്പോഴും വേണ്ടിട്ടാണ് നമ്മൾ ലൈവിലും ഇതിലും നമ്മൾ ഇങ്ങനെ വന്ന് ഇതാക്കുന്നത്. പക്ഷെ അതേപോലെയല്ല റിയൽ ലൈഫ്. ഇപ്പൊ സത്യം പറഞ്ഞ ഓക്കെ അല്ല താൻ. ഞാൻ ശരിക്കും ഓക്കെ അല്ല. ഉമ്മ സത്യമായിട്ട് ഞാൻ പറയാം, ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ അറിയില്ല, മൊത്തത്തിലൊരു ഡൗൺ ആണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ജാസിനോട്, നിന്നോടാണല്ലേ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഞാൻ ജാസിനോടാണ് പറഞ്ഞത് ഫസ്റ്റ്. കാരണം ജാസി, എനിക്ക് ഇങ്ങനത്തെ വലിയൊരു ആഗ്രഹമുണ്ട്. അതായത് എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെന്നല്ല, ട്രിപ്പ് പോകണം. ട്രിപ്പുകളും പിന്നെ ട്രക്കിങ് എല്ലാം പോയിട്ട് എനിക്ക് വ്ളോഗ് ഇടണം. പിന്നെ കാരണം ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ഥലങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് അല്ലേ, എന്താണെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഒന്നിന്ന് തുടങ്ങും. ഇനി ഞാൻ ഡൗൺ ആയ മൊത്തം അന്ന് ആ കുളിസീനുള്ള വിഷയത്തിൽ കൂടി മൊത്തം അങ്ങ് പോയി. അതിന് ഒറ്റൊരു വഴിയുള്ളൂ മുത്തേ, ഒന്നിന്ന് അങ്ങ് തുടങ്ങാം. മൈൻഡ് സെറ്റാക്കാൻ ഒന്നേ തുടങ്ങാം. എൻ്റെ മൈൻഡ് അനക്ക് ഇതിൽ മനസ്സിലായ ഒരു കാര്യമാണ്. ഞാൻ ശരിയാണെങ്കിൽ ഞാൻ ഒന്നിന്നേ തുടങ്ങണം. അതന്നെയാണ് ഇതിൻ്റെ മുമ്പും ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതാക്കിയത്. അപ്പം ഞാൻ ലൈവ് ചെയ്യണമെങ്കിൽ അല്ല, ഞാൻ ഇങ്ങനത്തെ ഓക്കെ ആണെങ്കിൽ ഞാൻ ഒന്നിന്ന് തുടങ്ങണമെന്നുള്ള ഒരു സാധനം ഞാൻ അന്ന് ചിന്തിച്ചിട്ട് കിട്ടിയ ഒരു കാര്യമാണ്. അപ്പം ഞാൻ ജാസിനോട് പറഞ്ഞു, ജാസി എനക്കിങ്ങനെ ഒരു യാത്ര പോകണം. എനക്കെന്നല്ല, നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും പോകാൻ പറ്റിയ ഇത്ര ഈസി അല്ല. ഞാൻ അവനോട് പറഞ്ഞു, ജാസി ഇത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഇതിലത്ത് കുറേ കഷ്ടപ്പാടുണ്ട്. അതായത് കഷ്ടപ്പാടുകളും അതേപോലെ കുറച്ച് ബുദ്ധിമുട്ട് സാഹചര്യം. അതായത് നമ്മൾ നടന്ന് നമ്മൾ കാല് വരെ നീരാക്കിയിട്ട് അല്ലേ പോകുന്ന പോലെ അവസ്ഥയിലാകുന്ന ഹജ്ജിനൊന്നും പോക്കല്ല, കിലോമീറ്റർ നടക്കണം. നമ്മള് നടന്നിട്ടൊന്നല്ല നമ്മള് പോകുന്നത്. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു ഇതില്ലേ, അതായത് എന്താണ് അതിന് പറയാ, നമ്മള് വിഷമങ്ങൾ അറിയുന്ന ഒരു സ്ഥലം. അതായത് ക്യാഷ് ഒന്നും ഇല്ല, പൈസ ഒന്നും ഇല്ലാണ്ട് ഒരു പോകുന്ന ഒരു പോക്കില്ലേ, അതായത് സോളോ ട്രിപ്പ് പോലെ ഒറ്റക്ക് ബസ്സും ഇതെല്ലാം ട്രിപ്പ് പോലെ ഇതായി പോവുക. സോളോ ഏറ്റവും ബെറ്റർ എന്താമത്തെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ സോളോ ട്രിപ്പ് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ കാര്യം പറയാം. പക്ഷെ എന്നെ സോളോ ട്രിപ്പ് പോകാൻ വിടുന്നില്ല ജാസിയൊന്നും. ഞാൻ ഒറ്റക്ക് പോയിക്കോളൂ. എന്റെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ ഞാൻ ഒറ്റക്കാണ് പോകേണ്ടത്. കൂട്ടിട്ട് പോയിട്ട് എന്താ കാര്യം, എനക്ക് എന്താ ഇതിലത്തെ കാര്യം. ഞാൻ എന്റെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ ഞാൻ ഒറ്റക്ക് പോകണം. ജാസി ഹസ്ബക്കൊന്നും വിടുന്നില്ല. എടാ അവര് പറയുന്നത് നമ്മളും വരാം, നമ്മൾ പിന്നെ ഇവിടെ പറഞ്ഞത് എനിക്ക് കാര്യമൊന്നും ഇല്ലല്ലോ. നമുക്ക് ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. സ്റ്റാർട്ടിംഗ് ട്രബിളിന്റെ മൊത്തത്തില് ഞാൻ ഇപ്പം പറയാം, വീഡിയോയിലാണെങ്കിലും ഞാൻ ജാസിനോട് പറയാം, ജാസി ഇതെന്ന് വെച്ചാൽ ചിലപ്പോ ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് പോകുന്നത് നമ്മൾ 4 ആഴ്ച ആവാം, 1 മാസം ആവാം, 4 മാസം, 1 വർഷം വരെ എടുത്തേക്കാം. ജാസിന് ആ ഒരു കാര്യം പറയാം, ഇത് അനുഭവിക്കാൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ കൂടെ വരിക. കാരണം ഞാൻ ഇതുവരെ ഒരു തീരുമാനം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇത് എൻ്റെ ആദ്യത്തെ തീരുമാനമാണ്. അതെന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും കൂടി തീരുമാനിച്ച എന്നോട് പറയാം. ആരും ഇല്ലെങ്കിലും ഞാൻ സോളോ അടിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ അമ്മോനോട് പറഞ്ഞു ആദ്യം നമുക്ക് ചെറുത് പോവാന്ന് പറഞ്ഞു. ആൾക്കാർ മാത്രമൊന്നുമല്ല, എടാ ഇങ്ങനെ പോയാൽ അങ്ങ് കുറെ സ്ഥലങ്ങളുണ്ട്, കുറെ കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. യാത്ര ചെയ്താൽ നീ ഓക്കെ ആവോ? അവിടുത്തെ സംസാരങ്ങളുണ്ട്, അവിടുത്തെ ഫുഡുകളുണ്ട്. ഞാൻ കഴിഞ്ഞന്ന് വ്ളോഗിൽ പറഞ്ഞു, പക്ഷെ പബ്ലിക്കാക്കും ഇവൻ ഇതിന്റെ മുമ്പ് ഇതേപോലെ പറഞ്ഞു കേസ്. അപ്പൊ നിങ്ങളിത് കാണായിട്ട് അറിയില്ലട്ടാ, ഇതെന്റെ മൈൻഡ് പോലെ ആയിരിക്കും. കാരണം ഇത് ഇട്ടിട്ട് എന്തെങ്കിലും, കാരണം ഇത് വ്ളോഗ് എന്ന് വെച്ചാല് മൊത്തം എല്ലാ സ്ഥലത്തും പോക്കും ഇതെല്ലാം ആക്കലാണ്. പക്ഷെ ഇത് മൊത്തം കോണ വ്ളോഗാണ്. പക്ഷെ ഇത് കോണ വ്ളോഗല്ല ഇത്. കാരണം എന്റെ അഭിപ്രായങ്ങളും എന്റെ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ, ഇതൊന്നല്ല പറയുകയാണെങ്കിൽ കുറെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് തുറന്നു പറയാൻ വേണ്ടിട്ട്. വെച്ചാല് ഞാൻ പോവാൻ പോകുന്ന വെച്ചാല് എവിടെയാടാ, അല്ല എനക്കറിയാം ജാസി എന്താ പറയുന്ന അറിയോ, കുറച്ച് പ്ലാനിങ് ഇവിടെയെല്ലാം ആക്കിയിട്ട് പോവാന്ന് പറയാം. പക്ഷെ ഞാൻ എടാ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞ ഒറ്റ മൈൻഡ് ഓക്കെ. പക്ഷെ ഞാൻ പറയുന്നത് എന്താ അറിയാടാ, നമ്മള് ഫസ്റ്റ് ടൈം അല്ലേ. അപ്പൊ ഇത് എങ്ങനെയാണ് അതിന്റെ ബാഗ്, ടെന്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് പണിയാവും. അതാക്കി നമുക്ക് സെറ്റാ. ഓ സെറ്റ്. ഞാൻ പോകുന്നത് നേപ്പാള്, അതേപോലെ ഭൂട്ടാനാണോ ഇത് നമ്മള് പ്രോപ്പർലി നോക്കിയിട്ടില്ല. എടാ ഹിമാലയയിൽ കേറണമെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, 50 ലക്ഷമോ 20 ലക്ഷം. ഹിമാലയ എന്ന് വെച്ചാൽ വേൾഡിൽ ഏറ്റവും ഹയസ്റ്റ്. എടാ അല്ല, നേപ്പാള് ഹിമാലയ എന്നെല്ലാം പറഞ്ഞ അത് റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡൊക്കെ ഇടുന്ന ആൾക്കാരാ. അത് ഭയങ്കര മാത്രല്ല അതിന്റെ ജാക്കറ്റ് തന്നെ എനിക്കൊന്ന് 10 ലക്ഷം ഒന്നും ഉണ്ട്. ഞാൻ പറയുന്നത്
നിനക്കൊന്ന് യാത്ര ചെയ്ത് നല്ല സ്ഥലം കണ്ട് നോക്കിയാ പോരെ. ഞാൻ നേപ്പാൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആടുന്ന് മുതൽ പിന്നെ അങ്ങോട്ട് ഏത് സ്ഥലത്തും പോവാല്ലേ? അല്ലേ? നേപ്പാൾ മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞ ആദ്യം നമുക്ക് ഒരു സ്ഥലം പോവാ, എന്നിട്ട് ഒന്ന് ഇപ്പളേ മടിയാക്കി ഇപ്പളേ. എടാ മമ്മു, മടീന്റെ എല്ലാം മമ്മു പറയുന്നത് ഇതെന്താന്നറിയോ, അവിടെ പോയാൽ നമ്മൾ ഓക്കെ ആവും. പക്ഷെ നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് പോവാ. ഇത് നമ്മളെ കുറെ സ്ഥലം ഇങ്ങനെ പറഞ്ഞു ഒന്നും പോവാണ്ടിരിക്കും ചിലപ്പോ. ഇതാക്കി നീട്ടി വെക്കുന്നില്ല. അപ്പൊ ഈ 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ എന്തായാലും അല്ലേ നേപ്പാൾ അല്ലേ നേപ്പാൾ യാത്ര പോയെന്ന്, കേരള ടു നേപ്പാൾ. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഇതെല്ലാം വേണം. കാരണം ലൈവില് മാത്രമേ കാര്യം എനിക്ക് കാര്യമില്ല ഇവിടെ. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ പോകുന്നത് തന്നെ ഞാൻ മൈൻഡ് ഓക്കെ ആനാണ്. ഒരു യാത്ര ചെയ്താലെങ്കിൽ ഇതാവും എന്നുള്ളൊരു ഇതാണ് ഞാൻ ഇപ്പം പറയുന്നത്. ലാസ്റ്റ് ഹോപ്പ്, ലാസ്റ്റ് ഒരു പ്രതീക്ഷ ഉള്ളത് അതിൽത്താണ്. ചിലപ്പം ഓക്കെ ആയേക്കാം. കാരണം എന്തായാലും അതുവരെ പോകുന്നു. പിന്നെ വ്ളോഗും ഇതെല്ലാം എടുക്കാലോ അല്ലേ? അപ്പൊ വെറുതെ പോയിട്ട് കാര്യമില്ല. ശരിക്കും ഞാൻ ഒന്ന് വ്ളോഗൊന്നും എടുക്കാണ്ട് ഒന്ന് വെറുതെ ഒന്ന് യാത്ര ചെയ്തിട്ട് വന്നാണല്ലോ ഇത്. പക്ഷെ ജാസ്റ്റ് പറഞ്ഞ ഇതിന്റെ ഒരു നല്ലത് എന്ന് പറഞ്ഞാൽ അവിടെ എടുക്കുന്നത്. അപ്പൊ ഗൈസ് ഒന്ന് യാത്ര എല്ലാം ചെയ്തിട്ട് വരട്ടെ. വെറുതെ ഇങ്ങനെ നമ്മളെ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല അല്ലെ? ഒന്ന് ഇന്ത്യന്റെ പുറത്തും യാത്ര ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ആയിട്ട് വരാം. ഒന്ന് അവിടുത്തെ ആൾക്കാരെയും അവിടുത്തെ അവരെ സ്വഭാവങ്ങളും ഇതെല്ലാം നമ്മൾ കണ്ടിട്ട് വരാം. നമ്മൾ നേരത്തെ പോണേനോടാ. ശരിക്കും പറഞ്ഞാൽ നമ്മള് ലേറ്റ് ആയി. കാരണം ഈ ഒരു സമയമെല്ലാം നമ്മൾ ആടെയാ വേണ്ടത്. എന്തായാലും കുഴപ്പമില്ല, സമയം ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ എന്തായാലും നേപ്പാളിലേക്കുള്ള ഒരു യാത്ര തിരിക്കാൻ പോയത്. അപ്പൊ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. എല്ലാ ദിവസവും വ്ളോഗ് ഇടൂലേ ജാസി? പോയി എല്ലാ ദിവസവും വ്ളോഗും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഗൈസ് അപ്പൊ ഇത്രേ ഉള്ളൂ. സബ് ചെയ്യാൻ പറ, നല്ല ആൾക്കാർ കേറി കാണോ? പറയാൻ എന്തൊരു മടി. എന്നാ ഞാൻ പറയാം. അപ്പൊ എല്ലാരും സബ്ബൊക്കെ ഞാൻ തന്നെ പറയാം. ഈ വ്ളോഗ് ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് വ്ളോഗല്ല, ഇത് കൊണമെന്നുള്ളൊരു സാധനമാണ്, വർത്തമാനം. കാരണം എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ഇത് ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എന്തുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണ്ട കേട്ടോ, കൊണയാന്ന്. അപ്പോൾ ഓക്കെ, ബൈ. ഇത്രയേ ഉള്ളൂ, ബൈ.